എക്സലിൽ ടേബിൾസ് ഇതുപോലത്തെ ടേബിൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു കോളം ചൂസ് ചെയ്യണം. അതിനുശേഷം നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് എത്ര കോളംസും എത്ര റോസും വേണം എന്നുള്ളത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ഈ ഒരു അപ്പ് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോർഡേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ബോർഡേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ഫുൾ ബോർഡർ, ഈ ഒരു പിക്ചർ കണ്ടല്ലോ ഫുൾ ബോർഡർ ആയിട്ടുള്ളത്, ആ ഒരു പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ടേബിള് ചൂസ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഡൗൺ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ ഫസ്റ്റ് കോളത്തിൽ നെയിം എന്ന്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ എക്സാമ്പിൾ റോൾ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ റോൾ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ റോൾ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നെയിം, ക്ലാസ്, സ്കൂള് നമ്മൾ അടുത്തേലും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നെയിം, പിന്നെ നമ്മൾ ക്ലാസ്, പിന്നെ സ്കൂൾ. ഓക്കെ, അതിനുശേഷം ഈ ടിക്ക് മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഗ്രീൻ കളറിലൊരു ടിക്ക് മാർക്ക് നിങ്ങൾക്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫോണ്ടിൻ്റെ കളർ ഇതുപോലെ തന്നെ ഒരു കോളം ചൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ കോളത്തിൻ്റെ ഫോണ്ട് കളറാണോ മാറ്റാനുള്ളത് ആ കോളംസ് എല്ലാം ചൂസ് ചെയ്യാം. അതിനുശേഷം അപ്പ് ആരോ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോണ്ട് കളർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഫോണ്ട് കളർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. ഓക്കെ, നമുക്ക് ഏത് കളറിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ കളറ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ ഫിൽ കളർ, ഇപ്പോൾ ഇതിൻ്റെ ഗ്രീൻ കളറിൽ നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ആരോ മാർക്കിൽ കൊടുക്കുമ്പോൾ ഫിൽ കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫിൽ കളർ എന്നുള്ള ഓപ്ഷനിൽ റൈറ്റ് ആരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഡീഫോൾട്ടായിട്ട് യെല്ലോ ആണ് കിടന്നിരുന്നത്, നമുക്ക് വേറെ കളറിലേക്ക് ചേഞ്ച് ചെയ്തിടാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ നെയിം, ക്ലാസ്, സ്കൂള്, ഇപ്പോൾ ഞാൻ നെയിം മാത്രം ഒരു കളറിലേക്ക് മാറ്റുകയാണ്. നമ്മളിപ്പോൾ ഒരു വലിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോളംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കളേഴ്സ് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നെയിം ഞാനൊരു കളറിൽ കൊടുത്തു. ഇപ്പോൾ ക്ലാസ് നമ്മൾ വേറൊരു കളർ ചൂസ് ചെയ്യാണ്. ഓക്കെ, ക്ലാസ് ഇപ്പോൾ നമ്മൾ വേറൊരു കളറിലേക്ക് കൊടുത്തു. സ്കൂള്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്ത് എഴുതാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മളുടെ റോസിലേക്ക് നമ്മളുടെ ഏതൊക്കെ ഡാറ്റാസാണോ നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് ആ ഡാറ്റാസ് നമുക്ക് ജസ്റ്റ് കോളം വൈസ് ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ കീബോർഡ് വരും. കീബോർഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് പിടിച്ചിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ കീബോർഡ് ഓപ്പൺ ആയി വരും. നമ്മളവിടെ ഇതുപോലെ നമ്മളുടെ എന്താണോ നമ്മൾക്ക് കൊടുക്കാനുള്ള ഡാറ്റ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. ഓക്കെ, അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി സേവ്ഡ് ആണ്, നമ്മൾ ഓട്ടോ സേവ് ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് കൊടുക്കാം. നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കാം. അപ്പോൾ അത് ഓൾറെഡി സേവ് ആയിക്കോളും. ഇവിടെ ഒരു സേവ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അതിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആയിട്ടുണ്ടാകും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് സേവ് ചെയ്യുന്നത്.